നമസ്കാരം. നടി വിൻസി അലോഷ്യസ് പറഞ്ഞ ആ നടൻ ആരാണ് എന്നുള്ള ചർച്ചയാണ് കഴിഞ്ഞ കുറച്ചു നേരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങളിലും നടി വിൻസി അലോഷ്യസിന് മോശം അനുഭവം നേരിടേണ്ടി വന്ന ആ നടൻ ആരാണ് എന്നുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. ആരാണ് ആ നടൻ? വിൻസി അലോഷ്യസ് പേര് പറഞ്ഞിട്ടില്ല. വിൻസി ഇതുവരെ ഇതാരാണ് എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല. പക്ഷേ കൃത്യമായ സൂചനകളുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന, ലഹരി പച്ചയ്ക്ക് കഴിക്കുന്ന ഒരു നടൻ. ആരാണ് ആ നടൻ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന അതേ നടൻ തന്നെ. ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് വന്ന ആ പേരുകാരൻ തന്നെയാണ് ആ നടൻ. സ്ഥിരമായ സെറ്റുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ലഹരി പദാർത്ഥം ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അതേ നടൻ തന്നെയാണ്. അതേ മോശം പ്രവണത സ്ഥിരമായി കാണിക്കുന്ന അതേ നടൻ തന്നെയാണ് വിൻസിക്കും തൻ്റെ സഹപ്രവർത്തകയ്ക്കുമെതിരെ മോശമായ അനുഭവം ആ സെറ്റിൽ പങ്കുവച്ചതെന്നാണ് സിനിമാ കേന്ദ്രങ്ങൾ പറയുന്നത്. ആ നടൻ്റെ സവിശേഷത എല്ലാവർക്കും തന്നെ അറിയാം. ലഹരിക്ക് അടിമയായി പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. സമീപകാലത്തടക്കം വിവിധ പ്രശ്നങ്ങളിൽ ഈ നടൻ പെട്ടിരുന്നു. ഇതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വരുമ്പോഴാണ് ഏതായാലും വിൻസിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. വിൻസി വെളിപ്പെടുത്തൽ നടത്താനുള്ള പശ്ചാത്തലം കൂടി നാം ഒന്ന് അറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ KCYM ഒരു പരിപാടിയിൽ വെച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇനി ലഹരി ഉപയോഗിക്കുന്ന സിനിമാ നടന്മാർക്കൊപ്പം താൻ അഭിനയിക്കില്ല എന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത്. ലഹരി ഉപയോഗിക്കുന്ന ആരുമായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ, എനിക്ക് എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അറിഞ്ഞവരായിട്ട് ഞാനൊരു സിനിമ ഇനി ചെയ്യില്ല. വിൻസിയുടെ ഈ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ വിൻസിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളടക്കം പല നടന്മാരുടെയും ഫാൻസുകളുടെ നേതൃത്വത്തിൽ വലിയ ആക്രമണം നടന്നു. വിൻസിക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സിനിമയില്ലാത്തതിൻ്റെ കാരണമൊക്കെ ഈ നടന്മാരുടെ അല്ലെങ്കിൽ ഇത്തരമുള്ള ധിക്കാരപരമായ കാര്യങ്ങളൊക്കെയാണെന്നാണ് അവർ പറഞ്ഞത്. മലയാള സിനിമയിലെ ഒരു നടിക്കും കാണിക്കാൻ കഴിയാത്ത ധൈര്യം കാണിച്ച വിൻസിയെ അഭിനന്ദിക്കുന്നതിന് പകരം അവർക്കെതിരെ മോശം കമൻറ്റുകൾ ഇട്ടുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പ്രതികരിച്ചത്. എന്തായാലും വിൻസി തൻ്റെ നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. താൻ വെറുതെ ഒരു പ്രഖ്യാപനം നടത്തുകയായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം താൻ നേരിട്ട അതേ പ്രശ്നം, താനും തൻ്റെ സഹപ്രവർത്തകയും സിനിമാ സെറ്റിൽ നേരിട്ട ആ പ്രശ്നം അവർ സോഷ്യൽ മീഡിയയിലടക്കം വന്ന് തുറന്നു പറയാൻ തയ്യാറായി. ഒരു വീഡിയോയിലൂടെയാണ് അവർ ഈ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്. ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും, അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര, ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, വെൻ ഐ എം ഒരു ഷോട്ടിൻ്റെ ഇടയിൽ, നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ടേബിൾ. സോ ഭയങ്കര എവിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട്. ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു ന്യൂയിസൻസായി മാറുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു ന്യൂയിസൻസായി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. എനിക്കങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല. സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത്. ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ, ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും, ആ ഡയറക്ടറിൻ്റെയും ടീമിൻ്റെയും എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ മുന്നോട്ട് പോയത്. ആൻഡ് എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളൂ.
അപ്പം എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി, ബട്ട് ദ എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എനിക്ക് ഓക്കെ ആയില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത്. ഏതായാലും വിൻസി കാണിച്ച തൻ്റെ ഇടമൊന്നും മലയാള സിനിമയിലെ ഒരു നടിയും കാണിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നും പ്രധാനപ്പെട്ട നടന്മാരുടെ പേര് പറയാൻ പോലും മടിയുള്ള നായികമാരുള്ള സമയത്താണ് തങ്ങളുടെ സിനിമയ്ക്ക്, തങ്ങളുടെ ഭാവിക്ക്, തങ്ങളുടെ സിനിമാ ഭാവിക്ക് ദോഷമുണ്ടാകുമെന്നുള്ള പേടി മൂലം ഒന്നും മിണ്ടാതിരിക്കുന്ന നായികന്മാർക്കിടയിൽ വ്യത്യസ്തയാവുകയായിരുന്നു വിൻസി. എന്തായാലും വിൻസി പറഞ്ഞ നടൻ, ആ കൃത്യമായ നടനിലേക്കുള്ള അന്വേഷണം വേണം. നമുക്കറിയാം, സെറ്റുകളിൽ ഇപ്പോൾ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മറ്റ് സംഘടനകളും സംവിധായകന്മാരും ഒക്കെ പറയുന്നത് തങ്ങളുടെ സിനിമകളിലൊന്നും ലഹരി ഉപയോഗിക്കുന്ന ആരുമില്ല എന്നാണ്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതാ ഒരു നടി തന്നെ നേരിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു നടൻ, അതായത് ഒരു പ്രമുഖ നടൻ തന്നെ ആ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് സെറ്റിൽ പെരുമാറുന്നത്. അയാളിൽ നിന്ന് തനിക്കും തൻ്റെ സഹപ്രവർത്തകയ്ക്കും മോശമായ അനുഭവം നേരിട്ടു. താൻ വസ്ത്രം മാറാൻ പോകുന്ന തൻ്റെ വസ്ത്രത്തിൽ എന്തോ പറ്റിപ്പിടിച്ചതിൻ്റെ പേരിൽ തൻ്റെ വസ്ത്രം കഴുകി തരാമെന്ന് പോലും പറഞ്ഞുകൊണ്ട് ഒരു നടിയെ അവമാനിക്കുന്ന ഒരു നടനെ വെച്ചുകൊണ്ട് എങ്ങനെ സിനിമ ചെയ്യും? സിനിമയിലെ സംവിധായകന്മാരും സിനിമ പ്രൊഡ്യൂസർമാരും ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. നടിമാർക്ക് ഇത്തരമുള്ള മോശം അനുഭവങ്ങൾ വന്ന് പുറം ലോകത്ത് വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങൾ ലോകം അറിയുന്നുള്ളൂ. സിനിമയ്ക്ക് പിന്നിൽ നടക്കുന്നത് എന്താണ്? ഏതായാലും വിൻസി പറഞ്ഞ കാര്യങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല. വിൻസി പറഞ്ഞ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം. വിൻസിക്ക് അനുകൂലമായ നിലപാടുണ്ടാവണം. വിൻസിയെ ഇതിൻ്റെ പേരിൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഒരുപക്ഷെ മലയാളികളായ സിനിമാ പ്രേക്ഷകർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാളുകളിൽ ഒരുപക്ഷെ വിൻസി ഇനി ഇതിൻ്റെ പേരിൽ ഒതുക്കപ്പെട്ടേക്കാം. വിൻസിയെ അങ്ങനെ ഒതുക്കപ്പെടാൻ അനുവദിക്കുകയല്ല വേണ്ടത്. ഇത്തരത്തിൽ തുറന്നു പറയുന്ന ആളുകൾക്കും എല്ലാവിധ പിന്തുണയും നൽകുകയാണ് സമൂഹം ചെയ്യേണ്ടത്.